കുന്നുകളകലും വൻപാർവത നിരയും തന്നിടം വിട്ടു പിന്മാറിയെന്നാലും കുന്നുകളകലും വൻപാർവത നിരയും തന്നിടം വിട്ടു പിന്മാറിയെന്നാലും നീങ്ങുകില്ല അവൻ ദയ എന്നിൽ നിന്നതുപോൽ നീങ്ങുകില്ല അവൻ ദയ എന്നിൽ നിന്നതുപോൽ നിലനിൽക്കും സമാധാന നിയമവും നിത്യം നിലനിൽക്കും സമാധാന നിയമവും നിത്യം കാണുന്നു ഞാൻ യാഗിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഗിൽ. ദൈവനാമത്തിന് വീണ്ടും മഹത്വം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടത്, നാം പഴയ നിയമത്തിലുള്ള ദൈവഭക്തന്മാരെ പോലെ ഒരു സദ്വർത്തമാനം കേട്ടവരാകും. അതിന് പ്രവേശിക്കാനും അത് കൈവശമാക്കാനും ഇനിയും നിങ്ങൾ മടി പിടിച്ചിരിക്കരുത്. മടി പിടിച്ചിരിക്കാതെ, മടിക്ക് വിപരീതമാണ് ഉത്സാഹം. ഉത്സാഹത്തോടുകൂടി നിങ്ങൾ അതിനെ പ്രാപിപ്പാൻ ഇടവരുമാറാകട്ടെ. ഉത്സാഹം എന്ന് പറയുന്നത് സമ്പത്താണ്. ഉത്സാഹം വിലയേറിയ സമ്പത്ത് എന്നാണ് വചനം. ഇത് ആരംഭിക്കുന്നത് ഒരു മനുഷ്യന് പ്രത്യാശ ആരംഭിക്കുമ്പോൾ മുതലാണ്. നമ്മൾക്ക് പ്രത്യാശ ഇല്ലാതിരുന്ന് ജീവിച്ചിരുന്നവരാണ് ലോകത്തിൽ. എന്നാൽ പ്രത്യാശയെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് നമ്മുടെ ഉള്ളിൽ ജനിച്ചതാണ് ഉത്സാഹം. എങ്ങനെ അത് പ്രാപിക്കണം, അതിനുവേണ്ടി എന്തും ചെയ്യാൻ, അത് വിശ്വാസത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ആദ്യ വിശ്വാസത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. അങ്ങനെ വിശ്വാസത്തോടു കൂടി വന്ന ഈ ഉത്സാഹം, അത് സമ്പത്താണ്. ദൈവത്തിന് അത് പറഞ്ഞ ഈ ഉത്സാഹം കൊണ്ട് മാത്രമേ അത് പ്രാപിക്കാൻ കഴിയൂ. നിങ്ങൾ വേറെ എന്തെല്ലാം ശ്രമിച്ചാലും ഈ ഉത്സാഹം ഇല്ല എങ്കിൽ അതിനെ പ്രാപിക്കാൻ കഴിയില്ല. നമ്മളത് വിശ്വാസം ആരംഭിക്കുന്നവരുടെ ജീവിതം പരിശോധിക്കുമ്പോഴേ അതിന്റെ ഈ വചനത്തിന്റെ ആഴം അറിയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വചനത്തിൽ ഒരു അതിശയോക്തി എന്നുള്ള നിലയിൽ വായിക്കുന്നു. വേണമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചുവന്നെടുത്ത് എടുത്തു തരുവാൻ നിങ്ങൾ ഒരുക്കമായിരുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉളവായിട്ടുള്ള ഉത്സാഹത്തിൽ സംഭവിച്ചതാണ്. നമ്മളത് പറയും, ശരിയാണോ എന്ന്. ശരി തന്നെയാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കും അറിയാം. തന്റെ ജീവൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസ നിമിത്തം ജീവൻ ഒരു ഭാരമില്ലാതെ കൊടുക്കാൻ തയ്യാറുള്ളവരാണ് ഇതിലേക്ക് ആരംഭത്തിൽ ഉത്സാഹത്തോടെ വരുന്നത്. പക്ഷെ പിന്നീട് ഒരിക്കൽ ഒരു ഭയങ്കര വിശ്വാസം അതിനു വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച്, അന്ന് ഞാൻ പറയുന്ന വ്യക്തി വളരെ ചെറുപ്പമാണ്, യൗവനക്കാരനാണ്. അത് യൗവനത്തിലേക്ക് വരുന്നേ ഉള്ളൂ. ഈ പ്രത്യാശയെക്കുറിച്ച് കേട്ട് കർത്താവ് തരുന്ന രാജ്യവും കർത്താവിനോടൊപ്പമുള്ള ജീവിതവും ഈ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം എല്ലാം വിട്ടൊക്കെ ഇറങ്ങി ദൈവം തന്റെ ആത്മാവിനെയും കൊടുത്ത് അഭിഷേകവും പ്രാപിച്ചു. അതോടുകൂടി മനുഷ്യനങ്ങ് ചെക്കനങ്ങോട്ട് പ്രത്യാശ വർദ്ധിച്ചിട്ട് എപ്പോഴും കർത്താവിന്റെ വേലയെന്ന് പറഞ്ഞ് നടക്കാം. അത്ര ഭയങ്കരമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഞാനും വിശ്വാസത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മനുഷ്യൻ ചില നാളുകൾ കഴിഞ്ഞപ്പോ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി, ആദ്യത്തെ വിശ്വാസം മാറി, ഉത്സാഹം പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു 1000 ചില്ലാനം രൂപ അതിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സഹോദരനെതിരെ കേസ് കൊടുത്തു വരെ ഞാൻ കേട്ടു. ഓർക്കണം, എവിടെ പോയി? വചനം പറയുന്നത്
ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വിശ്വാസത്യാഗം, അതിൽ കൂടി വരുന്ന മടുപ്പ്. വിശ്വാസത്തിൽ ഇന്നും നമ്മൾ കേട്ടതാണ് ഒരു വിഷയം. ഞാൻ പുറമേ ഒന്നും പറഞ്ഞില്ല എങ്കിലും അത്രമാത്രം ആ വിഷയത്തിന്മേൽ, ആ കുടുംബത്തിന്റെ വിഷയത്തിന്മേൽ ഭാരമുണ്ട്. കാരണം അവരോടൊന്നും പറയേണ്ട കാര്യമില്ല. അവരോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കേൾക്കുന്നതാ, കാണുന്നതാ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. കാരണം അവരുടെ മടുപ്പുളവാക്കി. ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ടുണ്ട് കാര്യം. ഉടനെ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നോട് ഒരാൾ ചോദിച്ചതാ, ശരി, ഇത് സത്യോപദേശം, ഇതിനപ്പുറം ഒരു ഉപദേശമില്ല, കാര്യമൊക്കെ ശരിയാ. അവിടെ ഇരിക്കുന്നതിൽ ഒരാളുടെ മുഖത്ത് ഏതെങ്കിലും ഒരാൾ ഈ പറയുന്ന ആ മഹാസന്തോഷം ഒന്ന് കാണിക്കാം. ഉത്തരം മുട്ടിപ്പോയി. അതിന് പല ന്യായങ്ങളും ഞാൻ പറഞ്ഞു, അത് വേറെ കാര്യം. പക്ഷെ ആ ചോദ്യത്തിന്റെ മുമ്പിൽ വറച്ചുപോയി. നിങ്ങൾ ഈ പറയുന്ന സന്തോഷവും വിശ്വാസവും ഉത്സാഹവും എല്ലാം ഉള്ള ആ സന്തോഷമുണ്ടല്ലോ, അത് ഒരു മുഖത്തൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇന്ന് ഈ ലോകത്തിന്റെ അവസ്ഥയുടെ സംക്ഷിപ്ത രൂപമാണ് ആ സഹോദരിയുടെ വായിൽ നിന്ന് ആ കേട്ട വാക്ക്. ഞാൻ അതിനെ പോയി മറുപടി പറഞ്ഞത് അതല്ല ഇവിടുത്തെ വിഷയം. ഒരു വലിയ ദേശം, കനാൻ ദേശം കൈവശമാക്കാനായിട്ട് ഇസ്രായേൽ ജനത്തെ വിളിച്ചു. സ്വർഗീയ സിയോൻ അവകാശമാക്കാനായിട്ട് ദൈവസഭയെയും കർത്താവ് വിളിച്ചു. ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ആരംഭിച്ച കാലത്തൊരു ഉത്സാഹമുണ്ട്. ഈ സത്യം അറിഞ്ഞ സമയത്ത് എല്ലാം വിട്ട് കർത്താവിന് വേണ്ടി ഒരു ഉത്സാഹം. വചനം പറയുന്നത് അവിടെ ഞാൻ എത്തുമോ എന്ന് ചോദിക്കാനുള്ള ഒറ്റ ഉത്തരവേ ഉള്ളൂ. അന്നത്തെ ഉത്സാഹം ഉണ്ടെങ്കിൽ എത്തും, ഇല്ലെങ്കിൽ എത്തില്ല. സംശയം വേണം. അതെങ്ങനെയായിരിക്കണം? അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കും. അതേ ഉത്സാഹം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ പ്രത്യാശിക്കുമാറാക്കിയ, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്ന് പരിശോധിക്കേണ്ട സമയമാണ്. കർത്താവ് ആലോചനയല്ലേ? കർത്താവ് വചനമല്ലേ? മാറ്റമില്ലാത്ത വചനം. നഷ്ടപ്പെട്ടു പോയ ഉത്സാഹം, നഷ്ടപ്പെട്ടു പോയ വിശ്വാസം ഇന്ന് മടക്കി തരണം. മടുപ്പ് മാറണം. കാരണം വിശ്വാസത്യാഗം വരുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സംഭവിക്കുന്നത് നേരം വെളുത്താൽ അസ്തമനത്തെക്കുറിച്ച് ചിന്തിക്കും, അസ്തമിക്കാൻ പോയാൽ നേരം വെളുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും. ഇതിനേ സമയം ഉണ്ടാവുള്ളൂ. ദൈവമേ, ഇന്ന് വൈകുന്നേരം ആകണം, ഇന്ന് വൈകുന്നേരത്തെ കാര്യം. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നേരം വെളുക്കുന്നേരത്തെ കാര്യം. ഇങ്ങനെയാകും ജീവിതം. മടുപ്പ് വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് നടപ്പിൽ മടുപ്പ് വരും. ഇന്ന് ആ മടുപ്പ് നീങ്ങി നഷ്ടപ്പെട്ടു പോയ ഉത്സാഹം തിരികെ വന്ന് ആദ്യ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ ഓട്ടവും അധ്വാനവും എവിടെ എത്തുമെന്ന് ദൈവം അറിയുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനം ഒരിക്കലും നമുക്ക് പ്രാപ്തമാകുമെന്ന് നമ്മൾ അറിയരുത്, വിശ്വസിക്കരുത്. നമുക്ക് മടുപ്പ് നീക്കാം, ഉത്സാഹം മുറുകെ പിടിക്കാം. അവസാനത്തോളം ഒരുപോലെ ഉത്സാഹമുള്ളവരായിരിക്കാൻ, ആദ്യ വിശ്വാസത്തിലേക്കും ഉത്സാഹത്തിലേക്കും മടങ്ങി വരുവാൻ, സമ്പന്നരായി ഈ ലക്ഷ്യം പ്രാപിക്കാൻ കർത്താവിന്റെ ആത്മാവിനെ സഹായിക്കട്ടെ. കുട്ടികളെ മുടക്കാൻ പ്രാർത്ഥിക്കും.